സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ മാസത്തിൻ്റെ അവസാനത്തിൽ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന ഒരു UN കോൺഫറൻസ്, ഒരു ടു സ്റ്റേറ്റ് തിയറി, ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ടു സ്റ്റേറ്റ് തിയറി, അതായത് പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലി വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ UN കോൺഫറൻസിൻ്റെ ലക്ഷ്യം. ഈ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയും ഫ്രാൻസുമാണ്. UN തീരുമാനങ്ങളെ പൊതുവെ അത്ര ഗൗരവത്തിലെടുക്കാത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്തരം മീറ്റിങ്ങുകൾക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും ഈ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫ്രാൻസ് പാലസ്തീൻ എന്ന രാജ്യത്തെ റെക്കഗ്നൈസ് ചെയ്യുമോ, അംഗീകരിക്കുമോ എന്നുള്ളതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും UN സ്ഥിരാംഗങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻ കുറച്ച് സ്ട്രെയിൻഡായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ബ്രിട്ടനുമായിട്ടുള്ള റിലേഷനും കുറച്ച് സ്ട്രെയിൻഡാണ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇൻ്റർനാഷണൽ സർക്കിളിൽ വലിയ ചർച്ചയായി വരുന്നുണ്ട്. സ്വാഭാവികമായും ഫ്രാൻസും ബ്രിട്ടനും പാലസ്തീനെ അംഗീകരിക്കുന്നത് നയതന്ത്ര തലത്തിൽ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കപ്പെടുന്നതുമാണ്. വാസ്തവത്തിൽ ഈ പാലസ്തീൻ വിഷയം എന്നുള്ളത്, ടു നേഷൻ തിയറി എന്നുള്ളത് 1947 ഈ പാലസ്തീൻ സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഈ പാലസ്തീന റീജിയനെ വിഭജിച്ച് ജൂതന്മാർക്ക് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയും അറബികൾക്ക്, അവിടെ താമസിച്ചിരുന്ന നേരത്തെ മുതൽ അവിടെ താമസമുള്ള അറബികൾക്ക് ഒരു അറബ് പ്രദേശം ഉണ്ടാക്കുകയും, അതിനൊന്ന് പാലസ്തീനിന് പേരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പാലസ്തീന റീജിയൻ എന്നുള്ളത് ആ പ്രദേശത്തിൻ്റെ പേരാണ്. അങ്ങനെ ഒരു അറബികൾക്കൊരു റീജിയൻ വേർതിരിച്ചു കൊടുക്കണമെന്നും ജൂതന്മാർക്കൊരു ജൂയിഷ് സ്റ്റേറ്റ് വേർതിരിച്ചു കൊടുക്കണമെന്നുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ തീരുമാനം വരുന്നത് 1947 നവംബർ 29-നാണ്. 1947 നവംബർ 29. അപ്പോൾ ഇതിന് പറയുന്നത് പാർട്ടീഷൻ പ്ലാൻ ഫോർ പാലസ്തീൻ എന്നാണ്. നമ്മളുടെ രാജ്യത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഈ പാർട്ടീഷൻ പ്ലാൻ ഫോർ പാലസ്തീൻ എന്നുള്ള ആ ഫോർമുല അത് മുന്നോട്ട് വെച്ചതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് വലിയ ഒരു പങ്കുണ്ട്. അദ്ദേഹം അടക്കമുള്ള 4 രാഷ്ട്രത്തലവന്മാരാണ് പ്രധാനമായും ഈ ടു നേഷൻ തിയറി എന്നുള്ളത് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ടു നേഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ട് മുതൽ, അതായത് 1800-കളുടെ പകുതി മുതൽ യൂറോപ്പിൽ നിന്ന് ജൂതന്മാർ അവരുടെ ഒരു രാജ്യം വീണ്ടും പാലസ്തീൻ റീജിയൻ അവരുടേതായിരുന്നു. ആ രാജ്യത്തേക്ക് 1850 മുതൽ സയനിസ്റ്റ് പ്രസ്ഥാനം സിയോൻ ജെറുസലേമിൻ്റെ ഹീബ്രു നെയിമാണ്. അപ്പം അതാണ് സയനിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള പേരിൻ്റെ സ്രോതസ്. അപ്പോൾ ആ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 1850 മുതൽ ജൂതന്മാർ ഈ പ്രദേശത്തേക്ക് കുടിയേറി വന്നിരുന്നു. അത് കഴിഞ്ഞ് 1-ാം ലോകമഹായുദ്ധത്തോടു കൂടി ആ പ്രദേശം കൈയടക്കി വെച്ചിരുന്ന ഓട്ടോമാൻ എംപയർ, മുസ്ലിങ്ങളുടെ ഓട്ടോമാൻ എംപയർ, തുർക്കി ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന ഓട്ടോമാൻ എംപയറിൻ്റെ കയ്യിലായിരുന്നു ഈ പാലസ്തീൻ റീജിയൻ ഉണ്ടായിരുന്നത്. ആ റീജിയൻ പൂർണ്ണമായും ബ്രിട്ടൻ്റെ കയ്യിൽ വന്നുവിടുകയും അങ്ങനെ ബ്രിട്ടൻ അവിടെ ഒരു ജൂയിഷ് രാഷ്ട്രം സ്ഥാപിക്കുവാൻ ജ്യൂസിനെ സഹായിക്കാമെന്ന് ജൂതന്മാരുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ജൂതന്മാർ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. കൂടാതെ അമേരിക്കയിലും ഇൻഫ്ലുവൻസ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ അമേരിക്ക പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അന്ന് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്, ബ്രിട്ടനാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ്റെ അധീനതയിൽ ഈ റീജിയൻ വന്നെത്തിയപ്പോൾ ബ്രിട്ടനിലടക്കം സ്വാധീനമുള്ള, ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിലും ഒക്കെ ജൂതന്മാർക്ക് സ്വാധീനമുണ്ട്. ജർമ്മൻ പിന്നീട് ഹിറ്റ്ലർ കഥയിലൊക്കെ കയ്യിൽ പോയതും ആ കഥകളൊക്കെയാണ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവരെ ഇവിടെ ഒരു ജൂയിഷ് രാഷ്ട്രം സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് ബ്രിട്ടൻ്റെ അടുത്തുനിന്ന് ഒരു പ്രോമിസ് വാങ്ങിയിരുന്നു. അപ്പോൾ പിന്നീട് ധാരാളമായിട്ട് ജൂതന്മാർ യൂറോപ്പിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കുടിയേറി വന്നു. അപ്പോൾ അവിടെ അന്ന് ജീവിച്ചിരുന്ന അറബികളെ സംബന്ധിച്ച് ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമാണത്. അവരവിടെ പല നൂറ്റാണ്ടുകളായി നൊമാഡ്സ് ആയിട്ടുള്ള ആളുകൾ, കന്നുകാലികളെ തീറ്റി ഒട്ടകങ്ങളെ മേയിച്ച് നടന്നിരുന്ന ആളുകൾ, അവർ ആ പ്രദേശങ്ങളിലെത്തുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തതാണ്. യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരാണ്, ഒന്നിനും കൊള്ളാത്ത മരുഭൂമിയാണ്. അവരെ സംബന്ധിച്ച് തീരെ ഒരു വേസ്റ്റ് ലാൻഡാണ്. അതിന് യൂറോപ്പിൽ നിന്നും ധാരാളം പണവുമായി എത്തിയ ജൂതന്മാരെ വലിയ പണം കൊടുത്തപ്പം അറബികൾ ഈ സ്ഥലമൊക്കെ അവർക്ക് വിറ്റുകളഞ്ഞു. അങ്ങനെ ഇന്നത്തെ പോലുള്ള മതവിദ്യാഭ്യാസമൊന്നും അറബികൾക്ക് ലഭിക്കുന്നില്ല.
അവരുടെ മതവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഏത് മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്നത്തെ പോലത്തെ ഒരു മതവിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു രീതിയോ ഒന്നും ലോകത്തിൽ ഒരിടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂതന്മാർ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്നത്തെ അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിയില്ല. അപ്പൊ അവർക്ക് നല്ല വില കിട്ടിയപ്പോൾ അവർ ആ ഭൂമി വിറ്റു. ജൂതന്മാർ ധാരാളമായിട്ട് വന്ന് സെറ്റിൽ ചെയ്തു. പിന്നീട് 1936 പിന്നീട് ഇതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ വരുന്നത്. അങ്ങനെ 1947 നവംബർ 29 പാർട്ടീഷൻ പ്ലാൻ ഫോർ പാലസ്റ്റീൻ എന്നുള്ളത് പ്രഖ്യാപിച്ചു. ഇതിപ്പോൾ ഒരുപക്ഷെ അറബികളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, രാഷ്ട്രത്തലവന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അവിടെ ജീവിക്കുന്ന മനുഷ്യരൊന്നും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും സയനിസ്റ്റ് പ്രസ്ഥാനം വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നതുകൊണ്ടും അവരെല്ലാവരും അങ്ങേറ്റം വിദ്യാസമ്പന്നരായിരുന്നതുകൊണ്ടും അന്ന് മുതൽ ദ വെരി നെക്സ്റ്റ് ഡേ 30 നവംബർ മുതൽ ഒരു സിവിൽ വാർ ഈ പ്രദേശം സ്റ്റാർട്ട് ചെയ്തു. സിവിൽ വാർ എന്ന് പറഞ്ഞാൽ അറബികളും പാലസ്തീൻ പ്രദേശത്തെ അറബികളും ജൂതന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തുടങ്ങി. ഒരു രാജ്യത്തിനുള്ളിൽ ജനങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തെയാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പാർട്ടീഷൻ പ്ലാൻ ഫോർ പാലസ്റ്റീൻ വെച്ച് അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രോമിസ് അനുസരിച്ച് ആ മൊത്തം പ്രദേശത്തിന്റെ 60% അറബികൾക്കും 40% ജൂതന്മാർക്കും. കൂടാതെ ജെറുസലേം, ബെത്ലഹേം എന്നീ നഗരങ്ങൾ ആരുടെയും ഓണർഷിപ്പിലല്ലാതെ, കാരണം അത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് വളരെ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ്, ജൂതന്മാർക്കും പ്രാധാന്യമുള്ള സ്ഥലമാണ്, മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത് ആരുടെയും നിയന്ത്രണത്തിൽ വേണ്ട, അത് UN നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളായി നിലനിൽക്കും. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ 60% അറബികൾക്കും 40% ജൂതന്മാർക്കുമായിട്ട് ആണ് ഈ പാർട്ടീഷൻ പ്ലാൻ ഫോർ പാലസ്റ്റീൻ 29 നവംബർ 1947 പാസ്സാക്കിയത്. അപ്പൊ തങ്ങൾക്ക് ലഭിച്ച 40% പ്രദേശത്ത് അറബികളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് വാസ്തവത്തിൽ ആദ്യം അവിടെ തുടങ്ങിയത്. അങ്ങനെ അത് ഒരു വർഷത്തോളം നീണ്ടു നിന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്താണ് ഈ പ്രദേശത്ത് നിന്നും ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോവേണ്ടതെന്ന ഡേറ്റും ആ സമയത്ത് തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവര് ഒഴിഞ്ഞു പോകാൻ വേണ്ടി തീരുമാനിച്ച ഡേറ്റ് 1948 മെയ് 14. അപ്പോൾ 1948 മെയ് 14 ബ്രിട്ടൻ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയിട്ട്, ദാറ്റ് ഈസ് എക്സ്പയറേഷൻ ഓഫ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഫോർ പാലസ്റ്റീൻ. അത് 14 നവംബർ 1948 സംഭവിക്കും എന്നും തീരുമാനമായി. അപ്പോൾ ഈ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തു, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 14 മെയ് 1948 ബ്രിട്ടൻ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ബ്രിട്ടന്റെ അധികാരത്തിൽ നിന്ന് ബ്രിട്ടൻ ഒഴിഞ്ഞു പോകും. അപ്പോൾ പിന്നീട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം അപ്പോഴും എത്തിയിട്ടില്ല. UN ഇത് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്, സിവിൽ വാർ നടക്കുന്നുണ്ട്. എന്തായാലും 14 മെയ് 1948 ബ്രിട്ടൻ അവരുടെ അധികാരം അവിടെ പൂർണ്ണമായും അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. അന്ന് തന്നെ ഇസ്രയേൽ, ജൂതന്മാര് അവരുടെ ഇസ്രയേൽ എന്ന നാമകരണം ചെയ്തുകൊണ്ട് അവരുടെ രാജ്യം അവർ പ്രഖ്യാപിച്ചു. അന്ന് അവർക്ക് പാർട്ടീഷൻ മാൻഡേറ്റ് വഴി കിട്ടിയ 40% ലാൻഡാണ് അവരുടെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അവരത് പ്രഖ്യാപിച്ചു. 15 മെയ് 14 തീയതിയാണ് അവരവരുടെ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. 15 തീയതി അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ്, കാരണം ബ്രിട്ടൻ അവിടുത്തെ ഭരണം അവസാനിപ്പിച്ചല്ലോ, ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശക്തിയല്ല എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഈജിപ്തും ജോർദാനും സിറിയയും ഇറാഖും ചേർന്ന്, ഇറാഖിന് അതിർത്തിയില്ല, ഇറാഖിന് സിറിയയുമായിട്ട് അതിർത്തിയുണ്ട്, സിറിയൻ പട്ടാളത്തോട് ചേർന്നിട്ടാണ് ഇറാഖ് വന്നത്. അവര് ഒന്നിച്ച് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അറബ് പ്രദേശങ്ങൾ ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവര് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ജൂതന്മാരായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധം ഒരുപാട് നാൾ നീണ്ടത്, ഒരു വർഷത്തോളം നീണ്ടുന്ന ഒരു യുദ്ധമാണത്. ഈ യുദ്ധത്തിന്റെ അവസാനം UN ഇടപെട്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ അറബികൾക്ക് കൊടുത്ത സ്ഥലത്തിന്റെ ഒരു 60% കൂടി ഇസ്രായേൽക്കാരെ കൊണ്ട് പിടിച്ചെടുത്തു. അവരുടെ സ്ഥലം മൊത്തം അവരുടെ കയ്യിലുണ്ട്. കൂടാതെ അറബികൾക്ക് കൊടുത്ത സ്ഥലത്തിന്റെ ഒരു 60% എന്ന് പറഞ്ഞാൽ ഏകദേശം മൊത്തം പാലസ്തീൻ റീജിയന്റെ 80% ഇസ്രായേലിന്റെ കയ്യിലായി എന്നുള്ളതാണ് ഇവര് ഈ യുദ്ധം ചെയ്യാൻ പോയതിനുണ്ടായ ഗുണം. കൂടാതെ ജെറുസലേം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അതിന്റെ വെസ്റ്റേൺ ഭാഗം, പടിഞ്ഞാറ് ഭാഗവും ജൂതന്മാർ പിടിച്ചെടുത്തു. അപ്പോൾ വെസ്റ്റ് ജെറുസലേമും അറബികൾക്ക് കൊടുത്ത മൊത്തം ലാൻഡിന്റെ 80% അവരുടെ കയ്യിലായി. ബാക്കി അറബികളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന റീജിയൻ, അത് ജോർദാൻ പിടിച്ചെടുത്തു, അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി. ഇന്ന് നമ്മൾ ഗാസ എന്ന് പറയുന്ന റീജിയൻ, അത് ഈജിപ്ത് പിടിച്ചെടുത്തു, അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി. ഇതാണ് അന്ന് ഉണ്ടായിരുന്ന സ്ഥിതി. ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ഭാഗം, നമ്മളിപ്പോൾ ഈസ്റ്റ് ജെറുസലേം എന്ന് വിളിക്കുന്ന ഭാഗം, അതും ജോർദാന്റെ നിയന്ത്രണത്തിൽ വന്നു. ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ജോർദാന്റെ നിയന്ത്രണത്തിൽ, ഗാസ എന്ന് പറയുന്ന റീജിയൻ ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ. അങ്ങനെ പിന്നെ പലസ്തീൻ എന്ന് പറഞ്ഞൊരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കാലം മുന്നോട്ട് പോയി. 1967 പിന്നെയും ഈ അറബ് സ്റ്റേറ്റുകൾ ഒരു തവണ യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ അലിനേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ പറ്റും. വാസ്തവത്തിൽ ഇതിനൊക്കെ പറയുള്ളത് ജൂത വിരോധമാണ്. ജൂതൻ എന്ന് പറയുന്നവൻ പിന്നെ മുഹമ്മദ് നബിയെ കൊന്ന ആ സമൂഹമാണ്. അതുകൊണ്ട് ഇവനെ ഭൂമി തുടച്ചു നീക്കണമെന്നുള്ള
കണ്ണും കുട്ടിയുള്ള ജൂത വിരോധമാണ് ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാനുണ്ടായിട്ടുള്ള അടിസ്ഥാന കാരണം. കൂടാതെ ഈ പ്രദേശം വീതം വെച്ച് സ്വന്തം രാജ്യത്തോട് ചേർക്കാമെന്നുള്ള സെൽഫിഷ്നെസ്സും ആ താല്പര്യവും, അല്ലാതെ അവിടെ പാലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ അവരൊരു കാലത്തും ശ്രമിച്ചിട്ടില്ല. പാലസ്തീൻ രാജ്യത്തെ അവരൊരു കാലത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. 1947 പാർട്ടീഷന്റെ സമയത്ത് തന്നെ ഈ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നം ഉണ്ടാവുകയില്ല. അറബികൾക്ക് തിരിച്ചു കൊടുത്ത 60% റീജിയൻ അത് മതി, അറബികളോട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യങ്ങളുടെ സഹായത്തോടെ അവിടെ സ്വതന്ത്രമായൊരു പാലസ്തീൻ രാജ്യം സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു കാലത്തും ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല. ബാക്കി 40% സ്ഥലം കൊണ്ട് ഇസ്രായേൽ സുഖമായി ജീവിച്ചോട്ടനെ. അപ്പം അത് സമ്മതിക്കാതെ ഈ പ്രദേശം കൂടി തങ്ങളുടെ രാജ്യങ്ങളോട് ചേർക്കാൻ കഴിയുമോ എന്നുള്ള സെൽഫിഷ് മോട്ടീവിന്റെ ഭാഗമായി സിറിയയും ജോർദാനും ഈജിപ്തും ചേർന്ന് ഇവിടെ കയറി യുദ്ധം ഉണ്ടാക്കിയതിന്റെ ബാക്കി പങ്കാണ് ഇന്ന് വരെ നമ്മൾ കാണുന്ന ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. അതാണ് ഇസ്രായേൽ ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഇത് അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതിനുശേഷം അപ്പോഴും ഈ പലസ്തീന എന്ന് പറയുന്ന രാജ്യമൊന്നും വരുന്നില്ല. അതിനുശേഷം പിന്നീട് 1967 അറബ് രാജ്യങ്ങൾ സർവ്വശക്തിയും സംഭരിച്ച് ഇസ്രായേലിനെ അടിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ജോർദാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ കൊണ്ട് പിടിച്ചെടുത്തു. കൂടാതെ ജോർദാൻ നദിയും പിടിച്ചെടുത്തു. ഇനി ഈജിപ്തിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഗാസ റീജിയൻ പിടിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത്, സീനായ് പെനിൻസുല പൂർണ്ണമായിട്ട് കൊണ്ട് പിടിച്ചെടുത്തു. സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു. ഇത് പിന്നീട് നെഗോസിയേഷന്റെ ഭാഗമായി ഈ പറയുന്ന പാലസ്തീൻ പ്രദേശത്തെ അറബികൾക്ക് ജീവിക്കാനായി വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രായേൽ വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇന്ന് പാലസ്തീനികൾക്ക് ആ പ്രദേശം ഉള്ളത്. ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച ഗാസയും സീനായും, അതിൽ നിന്ന് ഗാസ റീജിയൻ ഇന്ന് പാലസ്തീനികൾ തങ്ങളുടേതെന്ന് പറയുന്ന പ്രദേശമായിട്ട് ഇസ്രായേൽ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ ഗാസ റീജിയൻ അവരുടെ കയ്യിലുള്ളത്. ഇല്ലെങ്കിൽ ഈജിപ്തിന്റെ കയ്യിലിരിക്കേണ്ട സാധനമാണ്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. പിടിച്ചെടുത്തു കഴിഞ്ഞ് ഈജിപ്തുമായിട്ടുള്ള നെഗോസിയേഷന്റെ ഭാഗമായി, സമാധാന ചർച്ചകളുടെ ഭാഗമായി അവരുടെ സീനായ് മരുഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. കൂടാതെ ഈ ഗാസ റീജിയൻ പാലസ്തീനികൾക്കായിട്ട് വേർതിരിച്ചു വെച്ചു. ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് പാലസ്തീനികൾക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുത്തത് ഇസ്രായേലാണ്. ജോർദാന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്ത പാലസ്തീനികൾക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുത്തതും ഇസ്രായേലാണ്. പിന്നീട് ഈ പാലസ്തീനികൾ പലതരത്തിലുള്ള ഈ മറ്റു രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ട് യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ നവംബർ 15, 1988 പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഈ 2 നേഷൻ തിയറിക്ക് വേണ്ടി പാലസ്തീനികൾ പോലും വാദിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് 2 നേഷൻ തിയറിക്ക് വേണ്ടി പാലസ്തീനികൾ പോലും വാദിച്ചിട്ടില്ല. മൊത്തം ഞങ്ങളുടേതാണെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തവും കിട്ടൂല, കിട്ടിയത് പകുതി മുക്കാലും പോയി കഴിഞ്ഞിട്ടാണ് ഇവർ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യാസർ അറാഫത്ത് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവര് പ്രഖ്യാപിച്ച പാലസ്തീൻ രാജ്യത്തിലുള്ളത് വെസ്റ്റ് ബാങ്ക്, ഗാസ ആൻഡ് ഈസ്റ്റ് ജെറുസലേമാണ്. ഈസ്റ്റ് ജെറുസലേം എന്ന് അവരുടെ കയ്യിലില്ല. ഈസ്റ്റ് ജെറുസലേം പിടിച്ചെടുത്തതിന് ശേഷം 67 യുദ്ധത്തിൽ പിടിച്ചെടുത്തതിന് ശേഷം ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ വിട്ടുകൊടുത്തില്ല. അപ്പം ഈ പ്രഖ്യാപിക്കപ്പെട്ട പാലസ്തീന രാജ്യത്തിന്റെ തലസ്ഥാനമായി അവർ പ്രഖ്യാപിച്ചത് ഈസ്റ്റ് ജെറുസലേമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറഞ്ഞു അങ്ങനെ ഒരു രാജ്യമില്ല. കാരണം ഈസ്റ്റ് ജെറുസലേം അവരുടെ കയ്യിലാണ്, തലസ്ഥാനം അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥലം എങ്ങനെ രാജ്യം എന്ന് പ്രഖ്യാപിക്കും? അതുകൊണ്ട് ആ രാജ്യത്തെ അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ രാജ്യത്തെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യമുണ്ട്. ഏറ്റവും ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെ, നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുണൈറ്റഡ് നേഷൻസിലെ 193 മെമ്പേഴ്സിൽ 147 രാജ്യങ്ങളും ഈ പാലസ്തീന രാജ്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീന അംഗങ്ങളുടെ കൂട്ടത്തിൽ ഫ്രാൻസും ബ്രിട്ടനും ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ 2 നേഷൻ തിയറി എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ചരിത്രം കിടക്കുന്നത്. അപ്പൊ അത് പിന്നീട് ഈ ഗോലാൻ ഹൈറ്റ്സ് പിടിച്ചെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ 67 വാറിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തത് ജോർദാന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും, സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ ഹൈറ്റ്സ്, ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് സീനായ് മരുഭൂമിയും, കൂടാതെ ഗാസ സ്ട്രിപ്പ്. ഇതിൽ ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ചേർത്ത് പാലസ്തീനികൾക്ക് വിട്ടുകൊടുത്തു. രാജ്യമൊന്നും പ്രഖ്യാപിച്ചില്ല, നിങ്ങളുടെ താമസമെന്ന് പറഞ്ഞ് അവർക്കത് വിട്ടുകൊടുത്തു. ഈസ്റ്റ് ജെറുസലേം വിട്ടുകൊടുത്തില്ല, ഗോലാൻ ഹൈറ്റ്സ് വിട്ടുകൊടുത്തില്ല. ഇപ്പൊ ഗോലാൻ ഹൈറ്റ്സ് അവിടെ കയ്യിൽ വെച്ചു, അതുപോലെ ഈസ്റ്റ് ജെറുസലേം കയ്യിൽ വെച്ചു. പിന്നീട് പലതവണ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. ഈ ഓരോ കോൺഫ്ലിക്റ്റുകളുടെയും ഭാഗമായി തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ നിന്ന് ഓരോരോ കഷ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നല്ലാതെ പാലസ്തീനുകൾക്ക് ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പം ഈ അവസാനത്തെ ഈ ഗാസ പ്രശ്നത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഗാസ കയ്യിൽ നിന്ന് പോയി, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. കൂടാതെ ഇസ്രായേലിനകത്തുള്ള ബഹുഭൂരിഭാഗം ജനങ്ങളും ഈ പാലസ്തീന പ്രദേശത്ത് വരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തെ അംഗീകരിക്കുന്നതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളിലും ബഹുഭൂരിഭാഗം ഇസ്രായേൽ സിറ്റിസൺസും ഇങ്ങനെ ഒരു രാജ്യത്തെ അംഗീകരിക്കേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജ്യത്തെ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ജൂയിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കി. ജൂയിഷ് സെറ്റിൽമെന്റ് ജൂതന്മാരുടെ ഗ്രാമങ്ങൾ.
അപ്പൊ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം, അത് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ ഈ വെസ്റ്റ് ബാങ്കിലാണ് കിടക്കുന്നത്. ബഥേലടക്കമുള്ള എബ്രാഹാം ആദ്യം ബലിയർപ്പിച്ച ബഥേലടക്കമുള്ള, അതുപോലെ എബ്രാഹത്തെയും സാറയും അടക്കം ചെയ്തിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പൊ ജ്യൂസിനെ സംബന്ധിച്ച് അത് ഒരുപക്ഷെ ഇപ്പൊ അവരുടെ കയ്യിലുള്ള സ്ഥലങ്ങളെ കഴിഞ്ഞും കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവനുള്ളത് വെസ്റ്റ് ബാങ്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവാൻ സാധ്യതയില്ല. അപ്പൊ ആ വെസ്റ്റ് ബാങ്കിൽ അവരെ ജൂയിഷ് സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ജ്യൂസ്, ഏകദേശം 7 ലക്ഷം ജ്യൂസ് ഇന്ന് വെസ്റ്റ് ബാങ്കിൽ പല അതിന്റെ മൊത്തം സ്ഥലങ്ങളിൽ നിരന്നിട്ടാണ് അവർ, അല്ലാണ്ട് ഒരു പ്രദേശത്ത് മാത്രമായിട്ടല്ല ജീവിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ മുഴുവനായിട്ടും അവരെ ചെതറി സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി അത് ഒരു ജൂയിഷ് രാജ്യമായിട്ട്, അവിടെ അറബികൾക്ക് ജീവിക്കാം, പക്ഷേ ഇത് അവരുടെ സ്ഥലമാണ്, ഇസ്രായേൽക്കാരുടെ രാജ്യമാണ്. എന്നാൽ ഇപ്പോഴുള്ള ഇസ്രായേൽ രാജ്യത്തിലും 10% അറബികളുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിക്കാവുന്ന ഇസ്രായേൽ സ്റ്റേറ്റിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ ജൂയിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഗാസയിൽ ഇതേ കാര്യം സംഭവിക്കും. ഇപ്പൊ ഗാസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ജൂയിഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കും. ആ ജൂയിഷ് സെറ്റിൽമെന്റ്സിൽ അവർ പോയിട്ട് താമസിക്കും. അപ്പം അറബികളും ജൂതന്മാരും ഇടകലർന്ന് താമസിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ജ്യൂസ് വിൽ ബി ദ പ്രോമിനന്റ് സൊസൈറ്റി. മറ്റവർക്ക് ഒരിക്കലും പ്രോമിനൻസിലേക്ക് വരാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഈ 2 നേഷൻ തിയറിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് സൗദി അറേബ്യ ഇസ്രായേലിനെ അംഗീകരിക്കും, പകരമായി ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കും എന്നൊരു ഫോർമുലയിലേക്ക് അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ.